നമസ്കാരം. 2026 ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 31 വരെ, അതായത് കർക്കിടകം 16 മുതൽ ചിങ്ങം 15 വരെ ചിങ്ങക്കൂറുകാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ ഗ്രഹനില പരിശോധിക്കാം. രവി മാസാരംഭത്തിൽ കർക്കിടകത്തിലാണ്. ഓഗസ്റ്റ് 17 സ്വന്തം ക്ഷേത്രമായ ചിങ്ങത്തിലേക്ക് മാറി വരികയാണ്. കുജൻ ഇടവത്തിലും ആഗസ്റ്റ് 2 മിഥുനത്തിലേക്കും മാറുകയാണ്. ബുധൻ മാസാരംഭത്തിൽ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിലും 5 കർക്കിടകത്തിലേക്കും 22 ചിങ്ങത്തിലേക്കും മാറി വരുന്നു. ശനി മീനത്തിലാണ്. രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ്. വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലാണ്. ശുക്രൻ അതിൻ്റെ നീചരാശിയായ കന്നിയിലുമാണ്. കുജൻ 2 ശത്രുക്ഷേത്രത്തിലേക്കാണ് മാറുന്നത്. എന്നാൽ ബുധൻ ഇപ്പോൾ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയും 5 ശത്രുക്ഷേത്രത്തിലേക്ക് മാറുകയും 22 വീണ്ടും ബന്ധുക്ഷേത്രത്തിലേക്ക് വരികയുമാണ്. മറ്റുള്ള ഗ്രഹങ്ങൾ ഈ സമയത്ത് മിത്രക്ഷേത്രത്തിലുമാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് 2026 ഓഗസ്റ്റ് മാസത്തെ ഫലത്തെ പറ്റിയാണ് പറയുന്നത്. ഇവർക്ക് തൊഴിൽ സംബന്ധമായി പറയുകയാണെങ്കിൽ ഒരു പരീക്ഷണ കാലഘട്ടം കൂടിയാണ്. ജോലി മാറ്റം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പ്രൊമോഷൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പ്രൊമോഷൻ കിട്ടാതിരിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. ദീർഘകാലമായി ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ജോലി ലഭിക്കാൻ സാധ്യതയുള്ള മാസം ആണ്. ഉത്തരവാദിത്വം കൂടുന്ന സമയമാണ്. മേലധികാരികളിൽ നിന്ന് പ്രീതിക്കേട് ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ജോലി ഇടങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. സാമ്പത്തികമായി പറയുകയാണെങ്കിൽ സാമ്പത്തികമായി വളരെ അധികം ഗുണമുള്ള ഒരു മാസമാണ്. വായ്പ ആഗ്രഹിക്കുന്നവർക്ക് വായ്പ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ചെലവ് കൂടുമെങ്കിലും ചെലവും വരവും ഏകദേശം ഒത്തുപോകുന്ന ഒരു മാസമാണ്. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുവാനും സാധ്യതയുണ്ട്. അവിചാരിതമായി ചിലവ് വർദ്ധിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പണം ഇടപാടുകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് സുതാര്യത കൂടുതൽ ഉറപ്പുവരുത്തേണ്ട സമയം കൂടിയാണ്. ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു എന്ന് വരാം. മുതിർന്നവർക്കും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ജീവിതശൈലി രോഗങ്ങൾ പോലെയുള്ള ചില രോഗങ്ങൾ മൂർച്ഛിക്കുവാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചെറിയ ചെറിയ രോഗങ്ങളാണെങ്കിലും അതാത് സമയത്ത് തന്നെ തക്കതായ ചികിത്സ നടത്തേണ്ടത് ആവശ്യമാണ്. പ്രണയിക്കുന്നവർക്ക് ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുവാനും ചിന്താക്കുറവ് മൂലം എടുത്തുചാട്ടം ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ളത് കൊണ്ടും സംസാരം കൂടുതൽ നിയന്ത്രിക്കേണ്ട സമയം കൂടിയാണ്. കുടുംബപരമായി നോക്കുകയാണെങ്കിൽ സമ്മിശ്രമായ ഒരു ഫലമാണ്. ദമ്പതികൾക്കിടയിൽ ഐക്യക്കുറവ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സന്തോഷവും സമാധാനവും ഉണ്ടായ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ശനിയുടെ ഒരു പരീക്ഷണ കാലഘട്ടം കൂടി ആയതുകൊണ്ട് തന്നെ വളരെ അധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. പുതിയ കോഴ്സിന് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുവാനും മത്സര പരീക്ഷയിൽ വിജയം നേടുവാനും വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുവാനും ഒക്കെ സാധ്യതയുണ്ട്. വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനും വിദേശത്തു നിന്നും വരുമാന മാർഗം കൂടുതൽ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ള വർഷം കൂടിയാണ്. ക്ഷേത്ര ദർശനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാട് ചെയ്യുകയും വിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടും നടത്തുകയും വിഷ്ണു സഹസ്രനാമവും ഹനുമാൻ ചാലീസയും ജപിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും.